ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ 50-60 ലക്ഷം രൂപ എടുത്ത് മുടക്കി, എന്നിട്ട് രക്ഷ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ 50 ലക്ഷം രൂപയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചെടുക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. ഈ ആളുകളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത ഇന്ത്യ കൊണ്ട് ഞാൻ സമ്മതിച്ചു. അവരെ 17,000 ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അവരെ ഒഴിപ്പിക്കാൻ, അവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് അയക്കാമല്ലോ. നമ്മൾ എത്രയോ കോൺഫ്ലിക്ട് സോണുകളിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ ഫ്ലൈറ്റ് അയച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇന്ത്യക്കാരെ പാവങ്ങളെ ഒഴിപ്പിക്കാൻ ഫ്ലൈറ്റ് അയക്കാലോ. അല്ലെങ്കിൽ അമേരിക്കയുമായി മൈ ഫ്രണ്ട് അല്ലേ നരേന്ദ്രമോദിയുടെ ഫ്രണ്ടല്ലേ നരേന്ദ്രമോദി, ഇതുപോലെ വേണ്ടല്ലോ. അവരെ സാധാരണ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ അയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാമല്ലോ. അവരെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ അയക്കാൻ, അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ അയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാമല്ലോ. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാലുകളെ കൊണ്ടുവരുന്നത് ഇതിനേക്കാൾ നല്ല നിലയിലല്ലേ? ശ്രീ ഷാബു പ്രസാദ് അറക്കാൻ കർണാടകയിൽ മാടുകളെ കൊണ്ടുവരാറില്ലേ? മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. മാടുകളെ കൈകാര്യം നമ്മൾ കണ്ടിട്ടില്ലേ? രാജ്യത്തിനും അതിന്റേതായ നിയമങ്ങളും രീതികളും ഉണ്ട്. ടെമ്പോയിൽ മാടുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ലേ? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ അറക്കാൻ ഇതിനേക്കാൾ നല്ല നിലയിലാണ് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കുടുങ്ങിയ ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റ് അയച്ച ഉക്രൈനിൽ കുടുങ്ങിയ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്? കോവിഡ് കാലത്ത് അതുപോലെ കൊണ്ടുവരാനുള്ള അർഹതയുള്ളവരല്ല ഇവർ. അങ്ങനെ ചെയ്ത് എങ്ങനെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അവരർഹിക്കുന്നത് കൊണ്ടാണ്. ഈ രാജ്യമേ വേണ്ട, ഈ രാജ്യത്തിനെ അപമാനിച്ച്, ഈ രാജ്യത്തിനെ ലോകം മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയ ഇവരോട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടെ കൊണ്ടുവന്നാൽ അവിടെ കൊണ്ടുവന്നു, അത്ര തന്നെ. അങ്ങനെയുള്ളതേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അവരത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇത്രയേ പറ്റൂ എന്ന് തെളിയിച്ചല്ലോ. അർഹിക്കുന്നുള്ളൂ അവർ. അല്ലാതെ ഒരു ഡിപ്ലോമാറ്റ്, ഒരു ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് വെച്ച് പോയവരോട് ഇന്ത്യൻ പൗരൻ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല.